ഹായ് ഗൈസ്, അപ്പോൾ നമ്മളൊരു ഡാഷ് ക്യാം മേടിച്ചിട്ടുണ്ട് സ്വിഫ്റ്റിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഇത് 70mai ഡാഷ് ക്യാമാണ്, A510 എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തൊരു 21,999 MRP പറയുന്നത്. നമുക്ക് ആമസോണിൻ്റെ ഇപ്പോൾ ഒരു സെയിലിൽ ഒരു 10,500 കാർഡ് ഓഫറൊക്കെ കഴിഞ്ഞ് കിട്ടി. നെക്സ്റ്റ് ഡിജിട്രോൺ എന്ന് പറയുന്നവരാണ് ഇത് സെല് ചെയ്യുന്നത്, പൂനെ, മഹാരാഷ്ട്ര. സോ നമുക്ക് ഇൻസ്റ്റലേഷൻ നോക്കാം. ഫസ്റ്റ് വണ്ടി ബാക്കിലോട്ട് ഇച്ചിരിയിടാം. സോ ഇതിൻ്റെ കണ്ടൻസ് അൺബോക്സ് ചെയ്യാം. പാർക്കിംഗ് സർവൈലൻസ്, ബിൽഡ് ഇൻ GPS അഡാസ്, ആപ്പ് കൺട്രോള്. ഇത് ഡ്യുവൽ ക്യാമറ വരുന്നുണ്ട്, ഫ്രണ്ടും ബാക്കും. 1944p വിത്ത് HDR. സോണിയുടെ സ്റ്റാർവിസ് IMX675 എന്ന് പറയുന്ന സെൻസറാണ് വരുന്നത്. സോ അത് തുറന്നു നോക്കാം. ഇതിൻ്റെ ബുക്കും പേപ്പർ സാധനങ്ങളൊക്കെയാണ്. യൂസർ മാനുവൽ, റിയർ ക്യാമറയുടെ യൂസർ മാനുവൽ. അത് ഫ്രണ്ട് ക്യാമറയുടെ റിയർ ക്യാമറ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കേഴ്സ് ഫ്രണ്ട് ബാക്ക് ക്യാമറയ്ക്കൊക്കെ. പിന്നെ ഒരു ഡബിൾ സൈഡ് ടേപ്പ്. സോ ഇതാണ് ക്യാമറ. ലൈറ്റ് വെയിറ്റ് ആണ്, മെയ്ഡ് ഇൻ ചൈനയാണ്. ഓക്കെ, പവർ ഇപ്പോഴില്ല, വൃത്തിയാക്കിയാലേ കിട്ടത്തുള്ളൂ. സോ ഇത് ബാക്ക് ക്യാമറ, അതിൻ്റെ സെറ്റപ്പുകൾ. ഇൻബോക്സിൻ്റെ അകത്ത് ഫ്രണ്ട് മൗണ്ട് ചെയ്യേണ്ട സാധനം, ഒരു ഇത് ഇങ്ങനെ ഇളക്കിയെടുക്കാനുള്ള ടൂള്. പിന്നെ ഇത് ബാക്ക് ക്യാമറയുടെ കേബിള്. ഒരു വലിയ നീളമുള്ള USB കേബിൾ. 12V സോക്കറ്റ്. 70mai ഇതിൽ കുത്തണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻസ്റ്റലേഷനിലേക്ക് കിടക്കാം. സോ ഗൈസ്, നമുക്ക് ഫ്രണ്ട് ക്യാം ഏതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് വെക്കാമെന്ന് കരുതുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ മിററിൽ നിന്നുള്ള ആ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഇരിക്കും, നമ്മുടെ വ്യൂവിൽ എവിടെയും വരത്തില്ല. സോ ഫാസ്റ്റ് ടാഗിന് ഇപ്പുറത്തായിട്ട് സെറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ കരുതുന്നത്. സോ ഇതാണത്, അതിൻ്റെ മൗണ്ടിങ് ബ്രാക്കറ്റ്. ഈ ഒരു രീതിയിൽ ഇവിടെ ആയിട്ട് ഒട്ടിക്കാന്ന് കരുതുന്നു. സോ ഒന്നുകൂടെ വ്യൂ നോക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. സോ ബിഫോർ ദാറ്റ് നമുക്ക് ഈ ബാക്ക് ക്യാമിൻ്റെ വയറൊന്ന് എടുക്കണം. സോ ഞാൻ കരുതുന്നത് ഈ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ അങ്ങ് ബാക്ക് സൈഡ് എടുക്കാം, അങ്ങനെ അങ്ങ് ബാക്കിൽ കൊടുക്കാമെന്ന് വയ്ക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിൻ്റെ പരിപാടി തുടങ്ങാം. സോ നമ്മളിപ്പോൾ വയർ ഇവിടെ വരെ എടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഈ ഒരു ഏരിയയിലായിട്ട് നമുക്ക് ഒട്ടിക്കാം. ഇതിപ്പം മറ്റേ നടുക്കുള്ള യൂണിറ്റിൻ്റെ റിവേഴ്സ് ക്യാമറയാണിത്. സോ നമുക്ക് ഈ ഒരു ട്രിം ഇളക്കി ഈ പൈപ്പിൻ്റെ അകത്തോട്ട് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഒട്ടിക്കാം.
അറ്റ് ലാസ്റ്റ് ഗൈസ് ഇതാ വള്ളി കൂടെ എടുത്തു. സോ ഗൈസ് ബാക്ക് ക്യാമറയുടെ ലൈനൊക്കെ ഇട്ടിട്ടുണ്ട്. സോ നമുക്ക് ഫ്രണ്ട് ക്യാമറ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്. നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്യാം. സോ ഫസ്റ്റ് 12 വോൾട്ട് സോക്കറ്റ് കുത്തി നമ്മുടെ കൊടുക്കാനുള്ള USB കേബിൾ തന്നെ കൊടുത്തു നോക്കാം. റിമൂവ് ബിഫോർ യൂസ്. സോ ഇതിൻ്റെ അകത്തൊരു കുറച്ച് ചൈനീസൊക്കെ എഴുതിയിട്ടുണ്ട്. ബട്ടൺ 1 2 3 4 ഈ താഴത്തെ പവർ ബട്ടൺ. സോ നമുക്ക് USB-C കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ 70. നല്ല വൈഡായിട്ടുള്ള ഒരു സ്ക്രീൻ. ടച്ചല്ല ഗൈസ്. ഇപ്പം 10-ാം തീയതിയാണ്, 25. വീണ്ടും വീണ്ടും ടച്ചാണെന്ന് കരുതുന്നു ഗൈസ്. ഓക്കെ, ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ഇതിട്ട് ക്ലിക്ക് ചെയ്യണം. മെമ്മറി കാർഡ് ഇട്ടില്ല. തൽക്കാലം ഒരു 64 GB ആണ് ഇട്ടേക്കുന്നത്. ലോഡിങ്. ഓക്കെ, ഇവിടെ ഒരു ലൈറ്റൊക്കെ ഉണ്ട്. നൗ നമുക്ക് റെക്കോർഡിംഗ് വർക്കിംഗ് ആണ് ഗൈസ്. സോ നമുക്ക് ഒന്നുകൂടെ ടൈമൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ അകത്ത് റെസല്യൂഷൻ, സ്പീഡ്, GPS വരുന്നുണ്ട്. അങ്ങനെയുള്ള ഡേറ്റാസൊക്കെ വരുന്നുണ്ട്. ചെറിയൊരു ലാഗുണ്ട്. മെമ്മറി കാർഡ് ഇത് പോരാന്നാണ് ഗൈസ് പറയുന്നത്. സോ നമുക്ക് വേറെ മെമ്മറി കാർഡ് ഇടേണ്ടി വരും. സോ ഇതാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. ഇവിടെ വെച്ചുകൊണ്ട് ഫിക്സ് ചെയ്യാമെന്നാണ് കരുതുന്നത്. ക്യാമറ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് മേളിലോട്ടായിട്ടൊക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്കപ്പം ഈ വയർ താഴോട്ടിടാം. ടേണിങ് ഓഫ്. സോ രണ്ടാമത്തെ വയർ ഇടുന്നതിന് ജസ്റ്റ് ഇത് ഇളക്കി നമുക്ക് വയർ ഇതിലേക്കൂടെ എടുക്കാം. സോ അടുത്തായിട്ട് നമ്മൾ ഡാഷ് ക്യാം ഫിക്സ് ചെയ്യാൻ പോവാണ്. സോ ബിഫോർ ദാറ്റ് നമ്മൾ ഒട്ടിക്കേണ്ട സർഫസ് നല്ല വൃത്തിയായി ക്ലീൻ ചെയ്യുക. സോ നമ്മൾ
ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കർ വെച്ച് തന്നെ ഒട്ടിക്കാൻ എഴുതി, അല്ലെങ്കിൽ അഡ്ഹസീവ്സൊക്കെ അവിടെ പറ്റിയിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇത് ഫ്രണ്ട് ക്യാം തന്നെയാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഇത് ബാക്ക് ക്യാമിനുള്ളതാണ്. സോ നമുക്ക് ഒട്ടിച്ച് നോക്കാം. അടുത്തായിട്ട് നമുക്ക് ഡാഷ് ക്യാം ഒട്ടിക്കാം. ഫ്രണ്ട് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിരിക്കും. നമുക്കിപ്പം USB കേബിളൊക്കെ കണക്ട് ചെയ്ത് നോക്കാം. സോ താനെ ഓണായിട്ടുണ്ട്. ബാക്ക് ക്യാം നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. സോ നമുക്ക് നെക്സ്റ്റ് ബാക്ക് ക്യാമറ ഒട്ടിക്കാം. അവിടെ ഫുട്ടേജ് വന്നിട്ടുണ്ട് ഗൈസ്. സോ നമുക്ക് ബാക്ക് ക്യാമറ റൊട്ടേഷൻ ഉണ്ട്. നമുക്ക് ഡിക്കി അടച്ച് ഫിക്സ് ചെയ്യാം. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒട്ടിക്കാം. സോ നമുക്ക് എക്സ്ട്രാ വന്ന വയറൊക്കെ ഈ ഒരു ട്രിമ്മിനകത്തോട്ട് വെക്കാം. അത് ക്ലോസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഒരുവിധം പരിപാടിയെല്ലാം കഴിയും. സോ പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഡാഷ് ക്യാമിൻ്റെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് ഇത് സംഭവം എന്നൊക്കെ ഫുട്ടേജൊക്കെ ഒന്ന് പരിശോധിക്കാം. ഡേ നൈറ്റ് എല്ലാം ഞാൻ അറ്റാച്ച് ചെയ്യാം. സോ ഗൈസ്, നമുക്ക് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞത് അടുത്തതായിട്ട് ഇതിൻ്റെ ആപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. സോ ഇതിനകത്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യ ഒരു സ്കാനർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം. $70mai ഒരു സൈറ്റിലോട്ട് കയറിപ്പോവുകയാണ്. മെയിൻലാൻഡ്, ചൈന, യൂറോപ്പ്, അതേഴ്സ്, ആൻഡ്രോയിഡ്.
സോ 70mai ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാണ്. സോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യിച്ച സമയമെടുത്തു. സോ നെക്സ്റ്റ് നമ്മുടെ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇന്ത്യ. ആഡ് കൊടുത്ത് നോക്കാം. A510 സ്ക്രീൻ അവരുടെ എല്ലാ ടൈപ്പ് ഓഫ് ഇതിൻ്റെ അത് കാണിച്ചിട്ടുണ്ട്. നമുക്ക് A510 ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പ്ലീസ് കണക്ട് എക്സ്റ്റേണൽ. ഓക്കെ, നെക്സ്റ്റ്. ഡാഷ് ക്യാം കണ്ടുപിടിച്ചിരിക്കുന്നു. ഓതറൈസേഷൻ കൊടുത്തിരിക്കുന്നു. സോ നമ്മൾ ഡാഷ് ക്യാം ആഡ് ആയിട്ടുണ്ട്. സോ നമുക്കിപ്പം ഹോട്ട്സ്പോട്ട് കണക്റ്റായി. ക്യാമറ ഇപ്പോൾ ഇതിൻ്റെ ആണെങ്കിലും നമുക്ക് ലൈവ് വ്യൂ കാണാൻ പറ്റുന്നത്. ഓക്കെ, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. താഴെയായിട്ട് ഈ 70mai ലോഗോ, ഡേറ്റ്, ടൈം, GPS സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ഒരു ഫോട്ടോ എടുത്തു. ഫോട്ടോ പിന്നെ നമുക്ക് ലൈബ്രറി കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ നമുക്ക് അതിൻ്റെ സെറ്റിങ്സിലൂടെയൊക്കെ ഒന്ന് നോക്കാം. വീഡിയോ ഫോർമാറ്റ്, ഹൈ കംപ്രഷൻ, ലോ കംപ്രഷൻ, അങ്ങനെ 2 മോഡുണ്ട്. വീഡിയോ റെസൊല്യൂഷൻ ഇപ്പോൾ ഏറ്റവും ഹയസ്റ്റിലാണ് കിടക്കുന്നത്. റെക്കോർഡിങ് 1 മിനിറ്റ് വെച്ചിട്ടാണ്. പിന്നെ വാട്ടർമാർക്ക് വേണോ, സ്പീഡ് വേണോ, കോർഡിനേറ്റ്സ്, അങ്ങനെയുള്ള ലോഗോ ഓൺ ഓഫ്, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ മിറർ റൊട്ടേഷൻ, എങ്ങനെ പവർ ഓൺ ആവണം, കൊളിഷൻ ഡിറ്റക്ഷന് നമുക്ക് ഹാർഡ് വയർ ചെയ്യേണ്ടി വരും. അന്നേരം ഈ പാർക്കിംഗ് സർവൈലൻസ് അന്നേരം ഹാർഡ് വയർ കിറ്റ് യൂസ് ചെയ്താൽ മാത്രമേ അത് ഓണായി വരുള്ളൂ. അടുത്തായിട്ട് ടൈം ലാപ്സ് ഫോട്ടോഗ്രാഫി, അതിനും നമുക്ക് ഇത് പറയുന്ന പോലെ ഹാർഡ് വയറിങ് കിറ്റ് ആവശ്യമായിട്ട് വരും. പിന്നീട് ലൈക്ക് എമർജൻസി, അത് ഇതിൻ്റെ അകത്ത് G സെൻസറൊക്കെ കാണും. അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് സഡൻ മൂവ്മെൻറ്റ്സ് ഇൻ കേസ് ഓഫ് ക്രാഷൊക്കെ നമുക്ക് റെക്കോർഡിങ് ഓട്ടോമാറ്റിക്കലി ആവും. പിന്നെ നമുക്ക് ഇൻറ്റേർണൽ, അതായത് ഇൻറ്റീരിയറിലുള്ള ഓഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്കൊരു ക്ലോക്കിൻ്റെ ടൈം സേവർ, സ്ക്രീൻ സേവർ കാണിക്കുന്നുണ്ട്. അത് ഓണാക്കാനും ഓഫ് ആക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. സ്പീഡ് പലതരത്തിൽ യൂസ് ചെയ്യാം. പിന്നെ ഈ പറയുന്ന പോലെ ഹോട്ട്സ്പോട്ട് ഓണാക്കാനും ഓഫ് ആക്കാനും അതിൻ്റെ വൈഫൈയുടെ പാസ്വേഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഡ്രൈവിംഗ് റൂട്ട് സിങ്ക്രണൈസ് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് വൈഫൈ കണക്ട് ചെയ്യുമ്പോഴത്തേ ഓട്ടോമാറ്റിക്കലി നമ്മൾ GPS റെക്കോർഡിങ് വെച്ചിട്ട് ഈ കാർ എവിടെയൊക്കെ പോയെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ ലോഗൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഫോർമാറ്റ് ചെയ്യാൻ അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സോ ഇതാണിപ്പം നമുക്ക് റിയർ ക്യാമറയുടെ വ്യൂ വരുന്നത്. സോ ഇതിൽ ക്യാമറ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. സോ ഇപ്പം നമ്മൾ പ്രോപ്പർ വ്യൂ ആയി. ഓക്കെ, കറക്റ്റ്. ഇപ്പം ബാക്കിൽ നിന്നൊരു വണ്ടി വരുവാണെങ്കിൽ എങ്ങനെ കാണുന്നു എന്നുള്ളത് നമുക്കൊരു പ്രോപ്പർ ഇത് കിട്ടും. സോ നമ്മളൊരു ഫോട്ടോ എടുത്ത് അതും ഇതിൻ്റെ അകത്ത് നമുക്ക് ഗാലറിയിൽ കിട്ടും. സോ ഇതുവരെ ഇപ്പം മെയിൻ ക്യാമറ, എക്സ്റ്റൻഡഡ് ക്യാമറ എന്ന് പറയുമ്പോൾ റിയർ ആണ്. നമ്മൾ ഇപ്പോൾ വേറെ എവിടെയും പോകാത്തതുകൊണ്ട് ഇവിടെ തന്നെയുള്ള ഫുട്ടേജൊക്കെയാണ് റെക്കോർഡ് അയക്കുന്നത്. ഇപ്പം നമ്മൾ ക്യാപ്ചർ ചെയ്ത ആ ഒരു ഫോട്ടോയാണ് ഇത്. നമുക്ക് ഡൗൺലോഡ് ഞെക്കുന്നതിലൂടെ ഗാലറിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നമ്മൾ 70mai A510 എന്ന് പറയുന്ന ഡാഷ് ക്യാമാണ് ഇപ്പോൾ ഇൻസ്റ്റലേഷൻ ചെയ്തത്. സോ ഇതിൻ്റെ ഫ്യൂച്ചർ വീഡിയോ റെക്കോർഡിങ്സ്, നൈറ്റ് ടൈം റെക്കോർഡിങ്സ് ഒക്കെ ഞാൻ ആഡ് ചെയ്തേക്കാം. സോ ഇഫ് യു നീഡ് വൺ, ഞാൻ ഇതിൻ്റെ മേടിച്ച ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓൾസോ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തേക്കാം.
സോ ഡു ട്രൈ ചെക്കൗട്ട്. ഇപ്പം ഞാൻ ഇൻസ്റ്റയിലൊരു പോൾ നടത്തിയതിൽ കൂടുതലും 70 mAh ആണ് വന്നത്. വേറെ റെഡ് ടൈഗറും ക്യൂബോയൊക്കെ സെക്കൻഡ് തേർഡുമായിട്ടാണ് വന്നത്. സോ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ പ്രിഫർ ഈ ഒരു 70 mAh എന്ന് പറയുന്ന ബ്രാൻഡാണ് പ്രിഫർ ചെയ്തത്. സോ ഇഫ് യു ഡു ലൈക്ക് സിമിലർ പ്രോഡക്ട്സ് ചെക്കൗട്ട് ചെയ്യാം. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓൾസോ പുതിയ പ്രൊഡക്റ്റ് റിവ്യൂസ് വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ ഡു കമൻറ്റ്. ഏതെങ്കിലും പ്രൊഡക്റ്റ് ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ ഓൾസോ പുതിയ പ്രൊഡക്ട്സ് ഒക്കെ മേടിക്കാനായിട്ട് നിങ്ങൾക്ക് ചാനൽ മെമ്പർഷിപ്സ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. സോ എനിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും ഇതേപോലത്തെ പ്രൊഡക്റ്റൊക്കെ മേടിച്ച് നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരാനായിട്ട്. So anyway, thanks for watching and stay tuned for more videos. Thank you.